കെ രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ആന്റണി ജി ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി പറയൂ. തീർച്ചയായും കണ്ണൂരിന് പുതിയ നേതൃത്വം വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി MB ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് അവിടെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം വന്നത്. ഏതായാലും കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. കെ രാഗേഷ് നിലവിൽ മുൻ രാജ്യസഭാ അംഗമാണ്. അതുപോലെ തന്നെ കിസാൻ സഭയുടെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നു. ഒരു പുതിയ തലമുറ മാറ്റം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പുതിയൊരു തലമുറ കണ്ണൂർ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ അടക്കം പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ CPIMന്റെ ഏറ്റവും വലിയ ഘടകമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. CPIMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റി കൂടിയാണ്, അല്ലെങ്കിൽ ഒരിടം കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂരിന്റെ ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ ഇനി കെ രാഗേഷ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ പുതിയ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ആരാകും ജില്ലാ സെക്രട്ടറി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്ന ഒരു പേര് കെ രാഗേഷിൻ്റെത് തന്നെയാണ്. അതുപോലെ തന്നെ TB രാജേഷിന്റെ പേരും M പ്രകാശിന്റെ പേരും ഉയർന്നിരുന്നു. ഏതായാലും കെ രാഗേഷിലേക്ക് തന്നെ തീരുമാനം, കെ രാഗേഷ് തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ആ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ഘടകമാണ് CPIMനെ സംബന്ധിച്ച് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂരിൽ ജില്ലാ നേതൃത്വത്തിൽ എത്തിയവരൊക്കെ സംസ്ഥാന നേതൃത്വത്തിലേക്ക്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ എത്തിയ ഒരു ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കെ രാഗേഷും അത്തരത്തിൽ കടന്നു വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ അടക്കം നിലപാടുകൾ ഇതിൽ നിർണായകമായെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കെ രാഗേഷ് നേതൃത്വം നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. നിലവിൽ കെ രാഗേഷ് സംസ്ഥാന സമിതി അംഗമാണ് CPIMന്റെ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ കിസാൻ സഭയുടെ ദേശീയ നേതാവ് കൂടിയാണ്. നമുക്കറിയാം, ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിലടക്കം നിർണായകമായ പങ്ക് രാഗേഷ് വഹിച്ചിരുന്നു. അന്ന് രാജ്യസഭ MP കൂടിയായിരുന്നു രാഗേഷ്. അന്ന് അദ്ദേഹം ഈ കർഷക സമരത്തിലടക്കം സജീവമായി പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സമര പാരമ്പര്യം അടക്കമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല SFIയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കെ രാഗേഷ്. ഏതായാലും കെ രാഗേഷ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്നു. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇപ്പോൾ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. ശരി ആന്റണി. കെ രാഗേഷ് ഇനി അങ്ങോട്ട് കണ്ണൂരിലെ CPIMനെ നേതൃത്വം നൽകും എന്നുള്ളതാണ്. കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. രാജ്യസഭ MP ആയിരുന്നു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ രാഗേഷ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.